ഏ ചില്ല ഏ ചില്ല ഏ ചിനിക്ക് ചിക്കാച്ചില്ല ഏ ചില്ല ഏ ചില്ല ഏ ചിനിക്ക് ചിക്കാച്ചില്ല. ഇച്ചിരി വെള്ളം ഇറക്കുന്നത് കഴിക്കുന്നത് ഒരു പൊറോട്ട എന്താ മേടിച്ചു തന്നപ്പോൾ മനസ്സിലായോ? അന്നത്തെ ദിവസം അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പച്ചവെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞാൻ അതിന് സൂചിച്ചാൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ. ഫ്ലവേഴ്സിലും 24-ലും ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്ന ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 നമ്മുടെ പൊങ്ങന്നാനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇവിടെ കിച്ചുവിൻ്റെ ഭാഗത്തുള്ളൊരു ചില കാര്യങ്ങൾ കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മുൻകൂർ ജാമ്യം. സമ്മതിക്കണം കേട്ടോ, അവർ ഇത്രയും സാഹചര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് അതെ, ഈ കമൻറ്റിന് ഒരു ന്യായമുണ്ടോന്നോ? കരച്ചിലും വീഴ്ചയിലും ഇത്ര പെട്ടെന്ന് പോയോ രേണു ചെയ്യുന്ന കാര്യം. 1,00,000 എത്ര രൂപ കിട്ടി? അതില് 80,000 രൂപ മരിച്ച 2-3 അന്ന് 80,000 രൂപ മുടക്കിയാണ് കിച്ചുവിന് ഒരു ബൈക്ക് എടുത്തു കൊടുത്തത്. ആ കിട്ടിയ പൈസക്കകത്തുനിന്ന് കിച്ചുവിന് അതെന്തോ ഒരു പരിപാടിയാണ് മനസ്സിലായ പോലെ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ലൂപ്പിൻ്റെ അകത്ത് ഞാൻ കയറിയോ? കയറത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കയറാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. ചെയ്തതിൻ്റെ ബാക്കി ആൾക്കാരിങ്ങനെ പറയുമ്പോൾ ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ, അതാണ് സംഭവം. അപ്പോൾ എന്താണെന്നല്ലേ, ആദ്യം ഡാൻസിലേക്ക് പോകണം, ആദ്യം കാര്യത്തിലേക്ക് പോകണം, എന്നിട്ട് ഡാൻസിലേക്ക് പോകണം. ഓക്കെ, ഇന്നലെ വളരെ വൈകാരികമായിട്ടുള്ള ദിവസങ്ങളാണ്. മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് നടക്കുന്ന അതിവൈകാരികമായ മുഹൂർത്തങ്ങളെ പരിഹസിച്ചിരിക്കാനോ കരയാനോ അല്ലെങ്കിൽ പരിഹസിച്ചിരിക്കാനോ അല്ലെങ്കിൽ അതിനെ സർക്കാസ്റ്റിക്കായിട്ടൊന്നും പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചില എന്തോ അതിനകത്തൊരു അസ്വാഭാവികത കടന്നു വരുന്നു. സ്വാഭാവികമായിട്ട് നടക്കുന്നതും അസ്വാഭാവികതയും രണ്ടും രണ്ടാണ്. യാന്ത്രികതയും സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എൻ്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചത്. നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന അതിൻ്റെ ആ അടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത് കഴിക്കുന്നത് ഒരു പൊറോട്ട എന്താ മേടിച്ചു തന്നപ്പോൾ മനസ്സിലായോ? അന്നത്തെ ദിവസം അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പച്ചവെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞാൻ അതിന് സൂചിച്ചാൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ. ഫ്ലവേഴ്സിലും 24-ലും ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്ന ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 നമ്മുടെ പൊങ്ങന്നാനം വീട്ടിൽ. രേണു സുധി മോസ്റ്റ് ഈ ഒരു വീഡിയോ തന്നെ രേണു ഇട്ടേക്കുന്നതിനകത്ത് 1.8 മില്യൺ ആൾക്കാരത് കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ്, അതിന് ശേഷം രേണു ഇട്ടേക്കുന്ന റീൽ കിടപ്പുണ്ട്. 1 അല്ല 2 റീല്. വേണ്ട, ഞാൻ പാട്ട്. ഏ ചില്ല ഏ ചില്ല ഏ ചിനിക്ക് ചിക്കാച്ചില്ല ഏ ചില്ല ഏ ചില്ല ഏ ചിനിക്ക് ചിക്കാച്ചില്ല വന്ന വലയ വെച്ച് എന്ന വലയ വെച്ച് ചുമ്മാ ഇലയ വെച്ചിയേ വെച്ചിയേ വെച്ചിയേ. ഓക്കെ, പാട്ട് ഞാൻ ആ പാട്ട് പാടിയിട്ടില്ല. വിവാദം ഡൗൺ ആകും 10 പേർ മതി എനിക്ക്. വിവാദം കാരണം ഡൗൺ ആകും 10 പേർ മതി എനിക്ക്. അതിന് ശേഷവും അവർ നമ്മൾ ഞാനിപ്പോൾ അവരെ പരിഹസിക്കാൻ ഞാൻ ആളല്ല. ഞാൻ പറയുന്നത് ചില മേഖലകളിൽ ഈ ഞാൻ ഓരോ വ്യക്തികളും രൂപപ്പെടുന്ന ഓരോ സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി പല സാഹചര്യങ്ങളെ അതിജീവിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സോഷ്യൽ മീഡിയക്കകത്ത് എത്തിയതിന് ശേഷം ആ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് സോഷ്യൽ മീഡിയ നമുക്കൊരു അഡിക്ഷൻ പോലെ അവർക്ക് സോഷ്യൽ മീഡിയ തുറന്നിട്ടൊരു ജീവിതമാണ്. ഇവർക്ക് എല്ലാ നഷ്ടങ്ങളിൽ നിന്നും അവർക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞത് ഒരു സോഷ്യൽ മീഡിയ കാരണമാണ്. അതിൻ്റെ അകത്ത് നിന്നാണ് ഇന്നെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൂഷ്യവശങ്ങൾ എത്രമാത്രം ഭീകരമായിരിക്കും എന്നുള്ള കാര്യം ഫ്യൂച്ചറിൽ മാത്രം അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിപ്പോഴൊന്നും അതാർക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമേ അല്ല. അത് സ്വന്തമായിട്ട് ബോധ മനസ്സിലേക്ക് വരാണ്, നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്ക് അത് വരേണ്ടതാണ്. അത് എന്ന് വരും എപ്പോൾ വരും എന്ന് ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം അവർ സ്വാഭാവികമായിട്ടും അവരെ ഹെയ്റ്റ് കമൻറ്റ്സ് നെഗറ്റിവിറ്റീസിനൊക്കെ എതിർക്കാനായിരിക്കും അവർ ഈ ഒരു ഡാൻസ് കളിച്ചു പോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. ഓരോ മനുഷ്യന്മാർ. ഞാനൊരു ബാൻ ചെയ്ത സിനിമയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സിനിമയുടെ പേര് ഞാൻ മറന്നു, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് നരഭോജികൾ വന്നിട്ട് ഈ 3 പേരെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് 3 പേരെ പിടിച്ചതിന് ശേഷം അവരെ കൊല്ലാൻ ഒരുത്തനെ ഓൾറെഡി കൊല്ലുന്നു. അതിനുശേഷം ഒരു സ്ത്രീയെയും 4 പേരുണ്ടായിരുന്നു, ഒരാളെ കൊന്നു. അടുത്ത 3 പേരെ പിടിച്ചുകൊണ്ട് ഒരു കൂട്ടിനകത്ത് അടച്ചിട്ടിരിക്കുന്നു. ആ സമയത്ത് ഡോപ്പമിൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ ഒരു പ്രക്രിയ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓക്കെ, അതുപോലത്തെ പരിപാടി. അത് മനുഷ്യൻ
സാഹചര്യങ്ങളിൽ നിന്ന് പ്രതികൂല സാഹചര്യങ്ങൾ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് തനിക്കത് ഒന്നും ബാധിച്ചിട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സൈക്കോളജിക്കലി ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. രേണു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ ഓക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, അതിലൊന്നും ഞാൻ പറയാൻ ആളല്ല. അടുത്തത് എന്തോ അത് പാട്ടാണോ? ഓക്കെ, അടുത്തത് ഇത് നമുക്ക് പാടാം. മൂടൽ മഞ്ഞും കുളിരുള്ള പുലരിയിൽ പാടിപ്പാടി എന്നും നിന്റെ കനവുകളിൽ വരവായി നീ ആയിഷ. കറങ്ങുന്നുണ്ട് ചുറ്റും, എൻ്റെ തല കറങ്ങും. വരവായി സമ്മതിക്കണം കേട്ടോ, അവർ ഇത്രയും സാഹചര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് അതെ ഈ കമൻറ്റിനൊരു ന്യായമുണ്ടോന്നോ, കരച്ചിലും വീഴ്ചയിലും ഇത്ര പെട്ടെന്ന് പോയോ രേണു ചെയ്യുന്ന കാര്യം. അത് കമൻറ്റും ഉണ്ട്. പിന്നെ എന്നാ കോപ്പ ഓർത്തെ എന്നും കരയാമെന്നോ കോപ്പ എന്നെ എനിക്കൊന്നും പറയാം. അവരുടെ ആ മോന് ദൈവം നല്ല കാലം കൊടുക്കട്ടെ, അവൻ്റെ അച്ഛൻ്റെ പേര് ഒഴിവാക്കി യൂസാക്കി എന്തൊക്കെ. രേണു ഇതെല്ലാം കാണിക്കുന്നത് തനിക്കൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല, അതല്ല തന്നെ ഇതൊക്കെ ചെയ്തതിൻ്റെ അപ്പുറം ചെയ്താൽ ഇതൊന്നും ബാധിക്കത്തില്ല എന്നുള്ള കാര്യമാണ്. റാസൽ കൈമയാണ് ഉദ്ദേശിച്ച റാക്ക് UAE. അതാണ് സംഭവം. അവരുടെ പ്രായവും അവരുടെ ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ സത്യം പറഞ്ഞാൽ എത്രയോ വീഡിയോയിൽ പറഞ്ഞു ഒരു മാനുഷിക പരിഗണന തന്നെയാണ് മുൻനിർത്തി പറഞ്ഞത്. അതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നെ നിരന്തരമായിട്ട് വിമർശിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അതൊക്കെ അവരുടെ വിമർശനത്തിന് ഞാൻ സ്വാഗതം ചെയ്യുള്ളൂ, ആളെ കുറ്റപ്പെടുത്താൻ ഞാനില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം രേണു ഒരു മണിക്കൂറിന് കുറച്ച് മുമ്പ് യൂട്യൂബിൻ്റെ അകത്ത് അല്ല ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തൊക്കെ തന്നെ കരഞ്ഞുകൊണ്ട് വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അതേ രേണു കുറച്ച് ഇപ്പുറത്ത് വരുമ്പോഴേക്കും അത് രേണു പെട്ടെന്ന് അതിന്ന് ചേഞ്ചായിട്ട് ഇപ്പോൾ ഡാൻസ് പാട്ട് ഇതൊക്കെ. അപ്പം ഇതിനെ ആൾക്കാർ പ്രഹസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു ചൂണ്ടിക്കാണിച്ച വിഷയം വളരെ ഗുരുതരമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിന് അഡ്രസ്സ് ചെയ്തു. അതിനുശേഷം എന്നാൽ ഇനി പോരട്ടെ 2 ഡാൻസും 2 പാട്ടും എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയായി പോയി. അത് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിവേ ഞാൻ പറഞ്ഞല്ലോ, ആസ് എ ഹ്യൂമൻ ബീയിങ് മനുഷ്യൻ്റെ സ്ട്രെസ്സിനെ എപ്പോഴും അതിൽ തന്നെ തങ്ങി നിന്ന് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും, അതിന് മാറി സഞ്ചരിക്കണം. പക്ഷേ ഇത് ആൾക്കാരെ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം രേണുവിനെ അതിനെങ്ങനെ വേണോ ഓവർകം ചെയ്യാം, പക്ഷെ അത് ആൾക്കാരെ കാണിച്ചു കൊണ്ട് തന്നെ അത് ചെയ്യണമെന്നുള്ളൊരു കാര്യം ഒന്ന് ചിന്തിക്കണം. ഇത് എനിക്കത്ര പറയുള്ളൂ, അല്ലാതെ നമുക്കാരെയും നന്നാക്കാനൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഇത്, ഞാൻ ആരെയും നന്നാക്കാൻ ഞാൻ ആളല്ല, എനിക്ക് എന്താണെന്ന് ഞാൻ അറിയുകയും ചെയ്യും. പലരും പറയാറുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കത്തില്ലേ, നിങ്ങൾ സ്ട്രോങ് ഉള്ള കഴിവൊന്നും ഇല്ലടേ. ഞാൻ സ്ട്രോങ്ങും അല്ല, നമ്മളെന്ന് പറഞ്ഞാൽ വെറും അയ്യോ ഭാഗം കേസാണെന്നേ, ഒന്നിനെ കൊണ്ടും പറ്റത്തില്ല. വെറുതെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ സൈലൻ്റായിട്ട് ശാന്തമായി ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, വേറെ ഒന്നും പറ്റത്തില്ല. അതാണ് സംഭവം. ഇനി നമ്മുടെ സജീന വ്ളോഗ്സിൻ്റെ അകത്ത് ഈ പുള്ളിക്കാരൻ കിച്ചു വിട്ട വീഡിയോയ്ക്ക് അതിൽ ശരിയല്ല എന്നുള്ള പോർഷനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ. ഈ സുചേട്ടൻ മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടി ഫ്ലവേഴ്സ് പിന്നെ ആ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോയപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡും ഒക്കെ കഴിച്ചിട്ടാണ് പോയെന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഞാനും തെറ്റിദ്ധരിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉമിനീരെന്ന് പോയിട്ട് നമുക്ക് ബോധം പോലും കാണത്തില്ല, ആ ഒരു അവസ്ഥയിലായിരിക്കും നമ്മളൊക്കെ. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്കും എന്തോ ഒരു നെഗറ്റീവ് ഫീൽ അടിച്ച് എന്നിട്ട് പോയി ഒരു ഹോട്ടലിൽ ചെന്ന് സ്റ്റാഫായിട്ടൊക്കെ കഴിച്ചിട്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ അതിന്റെ ക്ലാരിറ്റി വരുത്തി എന്താന്ന് വെച്ചാൽ, സംശയമുള്ളവർക്ക് ഇപ്പൊ ഇത് അങ്ങനല്ല ഇങ്ങനെയാന്ന് പറയുന്നവർക്ക് തെളിവ് സഹിതം കിച്ചുവിനെ കൊണ്ട് അല്ലെങ്കിൽ പറയിപ്പിക്കുക. ആരൊക്കെയാണ് പോയെന്നറിയാവോ? പിന്നെ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവും വിവേക് എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ ഭർത്താവുള്ള കേട്ടോ, ആള് മരിച്ചു കിടക്കുന്നിടത്ത് പോകുന്ന സമയത്ത് തൊട്ടടുത്ത് മറ്റേ സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ പോയിരിക്കുന്നു. അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് കസിനും കിച്ചും, ഇവർ 3 പേരും മാത്രമേ ഉള്ളായിരുന്നു രേണു സുധിയുടെ വീട്ടിൽ നിന്ന് പോകാൻ. പിന്നെ ഉണ്ടായിരുന്നത് ഒരു 3 or 4 പള്ളിയിലെ ആൾക്കാരായിരുന്നു. പള്ളിയിലെ ആൾക്കാരും ഒക്കെ ആയിട്ട് പോയി. ഈ പള്ളിയിലെ ആൾക്കാർക്ക് ഇത്രയും ദൂരം പോകുമ്പം അവർക്ക് വിശന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവര് വഴിയിൽ വണ്ടി നിർത്തി അവർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. അപ്പോഴേ കിച്ചു പറയും ഇതിനൊരു ന്യായം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ദൂരം ഉണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് അറിയുന്നൊരു കാര്യമാണ്. ഓരോ മനുഷ്യന്മാരും ചിലർ രോഗം മൂലം മെഡിസിൻ എടുക്കുന്നവരുണ്ടാവാം, പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലർക്കാണെങ്കിൽ സമയത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആവാം. എങ്കിലും എനിവേ
ഞാൻ അതിനകത്ത് ഞാൻ ഇനി ഇതിനകത്തും പറയുന്നുണ്ട്, ഞാനും ലിബു അവരുടെ ഹസ്ബൻഡും വേറൊരാളും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഉമിനീര് പോലും ഇറക്കാതെ വണ്ടിക്കകത്തിരുന്നേന്ന്. അപ്പൊ അത് ന്യായം തന്നെയല്ലേ? രേണുസുധിയെ സംബന്ധിച്ച് രേണുവിന്റെ ബന്ധുവായിട്ടുള്ളതാണ് രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവ്. അദ്ദേഹം ഇറങ്ങി ഫുഡ് പോലും കഴിച്ചില്ലല്ലോ. പിന്നെ കിച്ചുവിന്റെ കൂടെ അവിടുത്തെ വണ്ടി തന്നെ ഉണ്ടായിരുന്നു. അതൊന്ന്. അപ്പൊ ആ ഫുഡ് കഴിക്കാൻ, ആ 5 സ്റ്റാർ ഹോട്ടലിൽ നിർത്തി ഫുഡ് കഴിച്ചത് പള്ളിയിലെ ആൾക്കാരാണ്. രേണുസുധിയോ സുധിയുടെ ചേച്ചിയോ പിന്നെ അമ്മയോ അച്ഛനോ പോയിട്ടില്ല. ആ വണ്ടിയിൽ അവരില്ലായിരുന്നു. മാത്രമല്ല രേണുവിന്റെ അച്ഛൻ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് 2 ദിവസമേ ആയിട്ടുള്ളായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഈ സുധിച്ചേട്ടൻ മരിക്കുന്നതിന്റെ അന്നും ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചുകൊണ്ടുവന്ന് വേറെ അടുത്തൊരു വീട്ടിലായിരുന്നു ഇരുത്തിയിരുന്നത്. അത് തെളിവ് സഹിതം ആർക്ക് വേണമെങ്കിലും ചെന്ന് എടുക്കാൻ നോക്കാവുന്ന കാര്യമാണ്. അത് 2. പിന്നെ പറഞ്ഞത് സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് ഒരുപാട് ഫണ്ട് വന്ന് മറിഞ്ഞ് കിച്ചുവിനൊന്നും കൊടുത്തില്ലെന്ന്. 1 ലക്ഷത്തി എത്ര രൂപ അങ്ങോട്ട് കറക്റ്റായിട്ട് അത് വരും. ഒരു 4-5 ദിവസം വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം, ഫുൾ ഡീറ്റെയിൽസും തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട്. പിന്നെ 1 ലക്ഷത്തി എത്ര രൂപ കിട്ടി, അതിൽ 80,000 രൂപ മരിച്ച 2-3 അന്ന് 80,000 രൂപ മുടക്കിയാണ് കിച്ചുവിന് ഒരു ബൈക്ക് എടുത്തു കൊടുത്തത്. ആ കിട്ടിയ പൈസക്കകത്തുനിന്ന് കിച്ചുവിന് അതെന്തൊരു പരിപാടിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാനും എടുക്കാനും പയ്യൻ മരിച്ച 3 അന്ന് ബൈക്ക് കൊടുത്തു ഇത്രയും. ഇത് മൊത്തത്തിൽ ഇതിനകത്ത് ഒരു ഗുലുമാലാണെന്നേ. ഞാൻ പറഞ്ഞത് ഇതൊരു ലൂപ്പ് ക്രിയേറ്റ് ആയി. ഇതിപ്പോൾ അതാ പറഞ്ഞത്, ഇപ്പം അടിച്ചടിച്ച് നിൽക്കുക എന്ന് പറയുന്നില്ലേ. കിച്ചു ഇങ്ങനെ തുറന്നു വിട്ടൊരു സംഭവം ഇങ്ങനെ കിടന്ന് അപ്പുറത്തെ ഒരു സൈഡ് ഉണ്ടായി, ഇപ്പുറത്തെ ഒരു സൈഡ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ആ 2 സൈഡുകളിൽ നിന്നുകൊണ്ട് നിൽക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് നിൽക്കുകയുള്ളൂ കേട്ടോ. ഞാൻ ഒരു സൈഡിൽ നിന്ന് ഞാൻ പക്ഷപാതം പിടിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല. കാരണം ഇവരാണ് ശരിയെന്ന് പറയാൻ ഇവരെ എനിക്കറിയത്തില്ല, അവിടെയാണ് ശരിയെന്ന് പറയാൻ അവരെ അറിയത്തില്ല. ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഡാറ്റാസ് എന്നുള്ള സാധനത്തിന് എൻ്റെ ഈ തലച്ചോറിൻ്റെ അകത്ത് ഞാൻ പ്രോസസ്സ് ചെയ്തിട്ട് അതിനകത്തുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയുള്ളൂ. അത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അതറിയാമല്ലോ. ബൈക്ക് എടുത്തു കൊടുത്ത് അത് കിച്ചു ചെറുതായതുകൊണ്ട് പിന്നെ ആരുടെ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ പേർക്കാണ് വണ്ടി എടുത്ത് കിച്ചുവിന് കൊടുത്തത്. മനസ്സിലായ? അപ്പൊ ആ പൈസയുടെ ആദ്യം ഓഹരി കിട്ടിയതും കിച്ചുവിന് തന്നെയാണ് ബൈക്ക് എടുത്ത്. പിന്നെ പറഞ്ഞല്ലേ, പിന്നെ ഏതായിരുന്നു പിന്നെ ഇതിന്റെ ഇത് അടക്കിയതിന്റെ ചടങ്ങുകളും പള്ളിയിലത് പന്തലിട്ടതും ഇതിന്റെ എല്ലാം കൂടെ ചെലവായിട്ട് 1,80,000 രൂപയുടെ തുണ്ട് കൊണ്ടുവന്ന് കിച്ചുവിന്റെ കയ്യിൽ കൊടുത്തെന്ന്. അതാര് കൊടുത്തെന്നാ പറഞ്ഞ തങ്കത്തെ രേണുവിന്റെ അച്ഛനല്ല, ഓപ്പറേഷൻ ചെയ്ത് ആ ട്യൂബും ഒക്കെ ആയിട്ട് അടുത്ത വീട്ടിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ കൊണ്ട് കൊടുക്കും? ഈ തുണ്ട് കൊണ്ട് കൊടുക്കുന്നത് രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവാണ്. കിച്ചുവിന്റെ കൊണ്ട് കൊടുക്കുന്നത് രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവാണ്. അവരാണ് ഫ്ലവേഴ്സുകാരെ വിളിക്കുന്നത്. ഫ്ലവേഴ്സുകാർ പറഞ്ഞ് നിങ്ങൾ നേരിട്ട് പോവുക, കാരണം ഇത്ര എമൗണ്ട് അല്ലേ, നിങ്ങൾ നേരിട്ട് ആ കടകളിൽ പോയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അലക്സ് എന്ന് പറയുന്ന ഒരാളെയാണ് ഫ്ലവേഴ്സിൽ നിന്ന് വിട്ടെന്ന് പറയുന്നത്. അവർ പോയി ഈ പിന്നെ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവ് ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞു സുചേട്ടന്റെ മോനാണ് എന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങൾക്ക്, പന്തലിട്ടതിന്റെയും പള്ളിയിൽ അടക്കിയതിന്റെയും. ഇത് വേസ്റ്റാണ് സംഭവം. ഇതൊക്കെ ഒരു പൊതുസമൂഹത്തില്ലാത്തിരുന്ന് ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു സംഭവം അല്ലേ. അതായത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മോളിലൊരു മനുഷ്യൻ ഇപ്പോഴുണ്ട്, സുധി എന്ന് പറയുന്ന മനുഷ്യൻ. അകാലത്തിൽ പൊലിഞ്ഞു പോയൊരു മനുഷ്യൻ, ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരിക്കുമെങ്കിലും അദ്ദേഹം അകാലത്തിൽ പൊലിഞ്ഞു പോയി. ആ പുള്ളിക്കാരൻ്റെ ഇതിൻ്റെ മോളിൽ നിന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കൊണ്ട് താഴോട്ട് നിൽക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എല്ലാവരും തമ്മിൽ കിടന്ന് അടിയോടടി. ഇതെന്തോ ഈ പ്രശ്നം അല്ലേ? പുള്ളി ഒരു നിമിഷം ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചിന്തിക്കുന്നതായിരിക്കും ഞാൻ ജനിച്ചു പോയില്ലെന്നായിരിക്കും പുള്ളി ചിന്തിച്ചിട്ട് പോകണം. ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു പുള്ളി ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക. ഭയങ്കര മോശമാണ്. കാരണം ഓരോരുത്തരും അവരവരുടെ ജയവും അവരവരുടെ സൈഡ് ജയിക്കാനും വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചങ്ങ് കൂട്ടുകയാണ്. ഇതെല്ലാം സോഷ്യൽ മീഡിയക്കകത്താണ് കൊണ്ടിടുന്നത്. ഇതിന് ഇൻറ്റേർണലി ഇവർക്ക് ഇതെല്ലാം സോഷ്യൽ മീഡിയ ഔട്ട് ഓഫ് ദ കോർട്ട് എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഒരു ഔട്ട് സൈഡിൽ നിന്നുകൊണ്ട് ഈ ഒരു സാധനം പരിഹരിക്കണമെന്നൊരു താല്പര്യം ഇവിടെ ഉള്ള ഒറ്റ മനുഷ്യർക്ക് കൊണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതെല്ലാം സോഷ്യൽ മീഡിയക്കകത്തിട്ട് അലക്കുക. സോഷ്യൽ മീഡിയക്കകത്തിട്ട് അലക്കുന്ന സമയത്ത് ഈ ഋതപ്പൻ എന്നുള്ളൊരു കൊച്ചുകുട്ടി ഇന്ന് കുഞ്ഞാണ്. ഓക്കെ, ആ ഒരു കുഞ്ഞിൻ്റെ പ്രായമുള്ളൊരു കുഞ്ഞ് എനിക്കുമുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് വരെ ഞാൻ എൻ്റെ ചാനലിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരു അപ്പുറത്തൊരു ചാനൽ തുടങ്ങിയിട്ട് ഒരു ഫാമിലി വ്ളോഗ് ഒരു സംഭവം തുടങ്ങി കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും പോകുക എനിക്ക് നന്നായിട്ടറിയാം. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി വളർന്നു വരുന്നത് അവൻ്റെ പ്രൈവസി, അവൻ്റെ വ്യക്തിത്വം, അവൻ്റെ ജീവിതം അതെല്ലാം അവൻ്റെ മാത്രമാണ്. അത് അങ്ങനെ തന്നെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആയിരിക്കണം. ബഹുഭൂരിപക്ഷം രക്ഷകർത്താക്കൾ അങ്ങനെ തന്നെ ആയിരിക്കണം. അതല്ലാതെ അത് നാളെ ആ കുട്ടിക്കൊരു ട്രോമ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇന്നേ സൃഷ്ടിക്കുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് ചിന്തിക്കണം. നിങ്ങളെല്ലാം ഈ സോഷ്യൽ മീഡിയക്കകത്താണ് ഇതിനെല്ലാം പരിഹാരവും കോടതികളും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിൽ ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, എന്തും ആയിക്കൊണ്ടോട്ടെ, തൻ്റെ വികാര വിക്ഷോഭങ്ങളായിക്കോട്ടെ, തൻ്റെ മേലുണ്ടാവുന്ന ആക്രമണങ്ങൾ അത് അനാവശ്യമാണെങ്കിൽ അതിന് നമുക്ക് പരിഹരിക്കാൻ 100 വഴികൾ ഇവിടെ ഉണ്ട്. അതല്ലാതെ അതിനെ ഇങ്ങനെയൊക്കെ ഈ മുള്ളുകൊണ്ടെടുക്കുന്നത് പോലത്തെ സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നതെല്ലാം ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലേക്ക് ഇപ്പോൾ പോകുന്ന വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്.
നിങ്ങളായി നിങ്ങളെ പാടായെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ, അല്ല എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഗൈസ് നിങ്ങളുടെ അഭിപ്രായം കമ്പോസ് ചെയ്യപ്പെടുത്ത അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.